ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് 3 ദിവസം കൊണ്ട് നമ്മുടെ DVLP പുത്തങ്കുളം സ്കൂളിൽ ക്യാമ്പായിരുന്നു. അതായത് എൻ്റെ മോൻ ദേവൂസ് പഠിക്കുന്ന സ്കൂളിൽ വളരെ നല്ല ക്യാമ്പായിരുന്നു കേട്ടോ. അതിൽ 3-ാമത്തെ ദിവസമായിരുന്നു ഇന്നലെ വൈകിട്ട് 7:30 വരെ ഉണ്ടായിരുന്നു ക്യാമ്പ്. അപ്പോൾ ഫയർ ക്യാമ്പും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. തീ ഇട്ടിട്ട് അതിൻ്റെ 4 രക്ഷകർത്താക്കളും ടീച്ചർമാരും കുട്ടികളും എല്ലാം കൂടി അങ്ങ് ഡാൻസും ബഹളവും പാട്ടും എൻ്റെ ജീവിതത്തിൽ അടിച്ച് തിമിർത്ത് ഞാൻ എന്ന് വെച്ചാൽ അത്രയ്ക്ക് സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്നലെ. വളരെയധികം ഹാപ്പിയായ ദിവസമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നല്ല രസമുണ്ട്. ഞാനൊക്കെ TV യിൽ കണ്ടിട്ടുള്ളതേ ഉള്ളൂ ഫയർ തീ ഇട്ടിട്ട് അതിനെ 4 കിടന്ന് ഡാൻസ് കളിക്കുന്നതൊക്കെ. അപ്പോൾ ഇന്നലെ ശരിക്കും അത് അനുഭവിക്കാൻ പറ്റി എന്നുള്ളതാണ്. വളരെ നല്ല രസമായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. അപ്പം എല്ലാവരും കാണുക. വളരെ നല്ല സ്കൂളാണ് പുത്തങ്കുളം DVLP. എൻ്റെ ദേവൂട്ട അവിടെയാണ് പഠിക്കുന്നത്. പ്ലേ LKG UKG 1 തൊട്ട് 4 വരെ അത്രയേ ഉള്ളൂ. നല്ല ടീച്ചർമാരും അതെ, എല്ലാവരും നല്ല സഹകരണവും എല്ലാം നല്ലതാണ്. അപ്പോൾ ഇന്നലെ അടിച്ച് പൊളിച്ചു. അതിൻ്റെ ബാക്കി ദിവസങ്ങളെല്ലാം കഥയും വെളിയിൽ നിന്നൊക്കെ വേറെ സ്കൂളിൽ നിന്നൊക്കെ സാറുമാർ വന്ന് കഥയും കവിതയും പിന്നെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും കരാത്തോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ ആയിരുന്നു. എന്തായാലും കുട്ടികളും എൻജോയ് ചെയ്തു, ടീച്ചർമാരും എൻജോയ് ചെയ്തു, രക്ഷകർത്താക്കളും എൻജോയ് ചെയ്തു. പിന്നെ ഇന്നലെ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഉച്ചയ്ക്ക്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചായയും കഴിക്കാൻ ഉള്ളിവടയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വളരെ നല്ല ക്യാമ്പായിരുന്നു എന്തായാലും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് ഇടാം. ശരി, പാട്. ഉറക്കപ്പെടണോ? കേൾക്കാൻ വയ്യ. അന്ന പാത്തിയെ പാട്. പാട്. അപ്പാത്തിയേ അപ്പാത്തി തോ 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 പാട്. അറിഞ്ഞൂടല്ലേ മോളെ ചേച്ചി ഏതാണ്? ഒരു പാട്ട് പാടുവോ? പാടിയാണ് കേക്കട്ടെ. പാട് അങ്ങുവാനക്കോണില് പാട്. പാടിയാണ്. അങ്ങുവാനക്കോണില് പാട്. ഉറക്കെ പാട്, കേൾക്കാൻ വയ്യ. പാട്. ഉറക്കെ പാടിയാണ്. വേണ്ട ആൻറ്റി വീഡിയോ എടുക്കണം. പാടിയാണ്. അങ്ങുവാനക്കോണില് അമ്പിളിക്കലക്കുള്ളില് പാട്. ഉറക്കപ്പാട്, കേക്കാൻ വയ്യ. പാട്. നമുക്ക് അറിയാവുന്ന വേറെ ഏത് പാട്ടുണ്ട്? വേറെ ഏത് പാട്ടുണ്ട്? പൂവേ പാട്. അവള് പാടട്ടെ. പാട്. അവൾക്ക് അറിയാ പാട്ട്. മോള് പാടിയേ. താഴം പൂവേ അങ്ങനെ കളിക്കാൻ പോവാണ്. ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് മോളെ കളിക്കുന്നത്. ചേച്ചിയാണോ അത്? ആരാണ്? മാളു എന്നാണോ പേര് മോളെ? വീട്ടിലിരിക്കുന്നത് അതാരാണ് മോളാരാണ്? നന്ദിയാ?
കരാട്ടെ എഴുതുന്നത് കരാട്ടെ എന്നാണ്. പക്ഷേ ജപ്പാൻ വാക്കിൽ കരാട്ടെ എന്നാണ്, കരാട്ടെ ഇല്ല. മനസ്സിലായില്ല? നമ്മൾ പഠിക്കുന്നത് ജപ്പാൻ കരാട്ടെയാണ്. അപ്പോൾ അവരുടെ സിലബസുകളാണ് പഠിക്കുമ്പോൾ അവരുടെ ഭാഷയിൽ പഠിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? കരാട്ടെ എന്ന് പറഞ്ഞാൽ വെറും കൈ എന്നാണ്, ശൂന്യമായ കൈ, എംപ്റ്റി ഹാൻഡ്. കാര്യം ആയുധങ്ങളൊന്നും ഇല്ലാതെ ഒരാളുടെ കൂടെ എതിരാളികളായിട്ട് അതിൻ്റെ ഫൈറ്റ് ചെയ്യുന്നതിനാണ് പറയുന്നത് കരാട്ടെ. ഇവിടെയാണ് പഠിക്കുന്നത്, സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ്. ജപ്പാനിലൊക്കെ പഴയ കാലത്ത് കൃഷിയാണ് അവരുടെ മെയിൻ. കൃഷി ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കും, ആൻസർ ചോദിക്കാൻ പറയണം. ഞാൻ ഇതിനിടയ്ക്ക് ആൻസർ ചോദിക്കും, അപ്പോഴത്തേക്ക് നിങ്ങൾ പറയണം. അവിടെ ശ്രദ്ധയിലേക്കണം, അല്ലാത്തവർക്ക് പുറത്തു പോകും. ഇരിക്കാൻ താല്പര്യത്തിൽ പുറത്തു പോകും. ഓക്കെ? അപ്പോൾ കരാത്തെ എന്തുവാണ്? കരാത്തയുടെ മീനിങ് എന്തുവാണ്? ശൂന്യമായ കൈ, എംപ്റ്റി ഹാൻഡ്. ജപ്പാനിൽ വളരെ പണ്ട് മുതലേ അവർ കൃഷിക്കാരാണ്, എല്ലാവരും കൃഷിയാണ്. അപ്പോൾ അവിടെയും ഉണ്ട് കള്ളന്മാർ, അല്ലേ? അവിടെയും കൃഷിയൊക്കെ നല്ല വിളവായി വരുന്ന സമയത്ത് അത് മോഷ്ടിക്കാൻ വേണ്ടി കള്ളന്മാർ വരും. അപ്പോൾ അവരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് അവർ ഈ കരാത്തെ ആയോധന കല പഠിച്ചത്. അവിടെയും ഭയങ്കര മോഷണമായിട്ടുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അവർ മമ്മട്ടി ഉണ്ടാവും, പിക്കാസ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം അത് ആയുധമായിരിക്കും. മനസ്സിലായില്ല? അപ്പോൾ അവർ എന്താണോ ഉപയോഗിക്കുന്നത് അതാണ് അവരുടെ. അതിന് മുതലി കൈ കൊണ്ട് ചെയ്യാനുള്ള പറയുന്നത്, കൈ കാലും ആണ് ഇതിൻ്റെ പ്രധാനമായി ചെയ്യുന്നത്. പഞ്ചും ബ്ലോക്ക്, കിക്ക്, സ്റ്റാൻസ്, ഇത്രയും കാര്യങ്ങൾ കരാത്തിൽ വരുന്നത്. എന്തൊക്കെയാണ് വരുന്നത്? പഞ്ച്, ബ്ലോക്ക്, കിക്ക്, സ്റ്റാൻസ്. പണ്ട് മനസ്സിലായോ? ആർക്കും പറയാൻ പറ്റും? എച്ചിന് പറയാൻ അറിയാമോ? ട്രൈ ചെയ്ത് നോക്കിയാണ്, പറഞ്ഞു നോക്കിയാണ്. പറഞ്ഞോ, തെറ്റിക്കോട്ടെ. എച്ച് എ സാൻ ഷേ ഗോ റുക് ഹച്ച് ഷിറ്റ് ഗു ജു. 10 വരെ എണ്ണാൻ പഠിച്ചോ ജപ്പാൻ? ജപ്പാൻ വാക്ക് 10 വരെ എണ്ണാൻ പഠിച്ചോ? ഇനി അടുത്തതിലോട്ട് കടക്കാം. നമ്മള് കരാത്തെ ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്നത് ഡോജോ എന്നാണ്. കേട്ടാ? ഗ്രൗണ്ട് അല്ല, ഡോജോ. എന്തിനാണ്? അത് ക്ലാസ് റൂം ആവാം, പുറത്ത് ഗ്രൗണ്ട് ആവാം, അല്ലെങ്കിൽ ഓഡിറ്റോറിയം, എവിടെ ആയാലും അത് പറയുന്ന പേര് എന്താണ്? ഡോജോ. അതിന്റെ വാക്കതാണേ. അപ്പൊ ഡോജോയിൽ വരുന്ന തൊട്ട് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? വിഷ് ചെയ്യും. മനസ്സിലായില്ലേ? ഈ ഡാൻസ് കളിക്കുന്നവര് സ്റ്റേജിൽ തൊട്ട് കണ്ടിട്ടുണ്ടോ? ഇവിടെ തൊട്ട് തൊഴിലൊപ്പം ഷേക്കാൻ കൊടുക്കൊന്നുമില്ല. കരാത്തയുടെ പ്രത്യേകത, അല്ലെങ്കിൽ ജപ്പാൻ അവരുടെ സിസ്റ്റം, അവരുടെ ട്രഡീഷണൽ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഇങ്ങനെ കൈ രണ്ടും ഇങ്ങനെ വയ്ക്കുക. ആരെ കണ്ടാലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓസ്. എങ്ങനെയാണ്? OSS. ഓസ്. ഓസ് അല്ല, ഓസ്. കുറച്ച് പറഞ്ഞാണ് എന്താണ് ബഹുമാനിക്കുന്ന രീതി? എങ്ങനെയാണ്? അവിടെ ആരും ഷേക്കാനും കൊടുക്കില്ല, കെട്ടിപ്പിടിക്കില്ല, ഒന്നും ചെയ്യില്ല. അവിടെ മറ്റവൻ പറഞ്ഞു, മറ്റേ കുറഞ്ഞാൽ പറഞ്ഞു, നീ ഒരു കാരണവശാലും ഇത് എടുക്കരുത്. എന്താ? പിന്നെ അവൻ പൊതി നിൽക്കുന്നില്ല. അവൻ എന്ത് ചെയ്തു? ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഒരു ശകലം എടുത്ത് കഴിച്ചു. അപ്പൊ ഭയങ്കര രുചി. എന്ത് ചെയ്തു? എന്നോട് ചോദിച്ചു, ഭരതച്ചാനോട് ചോദിച്ചത് വേണോന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ കഴിക്കത്തില്ല. ഗുരു പറഞ്ഞാൽ ഞാൻ അനുസരിക്കുമെന്ന് പറഞ്ഞു. അവന് ഇത് കഴിച്ചിട്ട് അവന് വായില് വെള്ളം നിൽക്കുന്നില്ല. അവസാനം എന്ത് ചെയ്തു? ഈ കപ്പലിനെ കൊണ്ടായി നിങ്ങളെല്ലാം നോക്കിയിരുത്തി ഞാനങ്ങ് ആരാ കഴിക്കുന്നേ? ഞാനാണ് കഴിക്കുന്നത്. ആരാ കഴിക്കുന്നത്? കൃഷിയുടെ പേരെന്തോ? ആ ശർക്കരയുടെ രുചിയും
കപ്പലണ്ടിയുടെ രുചി ഇതെല്ലാം കൂടി ചേർത്ത് അയ്യോ ഇന്ന് എനിക്ക് വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അറബിക്കടല് അതെയോ അയ്യോ രുചി അങ്ങോട്ട് ആലോചിച്ചിട്ട് ഇനിയും കിട്ടിയിരുന്നെങ്കിൽ നല്ലതാണെന്ന് വിചാരിച്ച് എനിക്ക് അപ്പൊ ഈ കുറഞ്ഞച്ചാരൻ പറഞ്ഞു നീ കാണിച്ചത് ഒന്ന് അറ്റത്ത് തെറ്റതാണ്. കപ്പലണ്ടി എല്ലാം നിന്ന് തീർന്ന എൻ്റെ രുചി വായിന്ന് പോയി. അങ്ങനെ കഴിഞ്ഞ് ഒരു ദിവസം പിന്നിട്ട് പിന്നെ ഭയമായി, ഇനി ഗുരു എന്ന് എന്ത് പറയും. അങ്ങനെ ആകെപ്പാടെ ടെൻഷനായി. അടുത്ത ദിവസം ഗുരു മടങ്ങി വന്നപ്പോൾ രണ്ടുപേരെയും വിളിച്ചു. ഓടി ഓടി അടുത്ത് എന്നത് ആരായിരിക്കും? ആരാ? കുരങ്ങൻ ഓടി അടുത്ത് ചെന്നു സ്വാമിജിയുടെ ദേഹത്തേക്ക് ചാടി. എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ടു. സാറിന് നന്ദി. അങ്ങനെ കളിയും ചിരിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അടുത്തത് ഫയർ ക്യാമ്പിനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ കുറേ വിറവുകളൊക്കെ കൊണ്ട് കൂട്ടിയിട്ട് തീയിട്ടു. അങ്ങനെ അതിന് ചുറ്റും കൂടിയിരിക്കുകയാണ് ബാക്കി എല്ലാവരും. പിള്ളേരായാലും ടീച്ചറായാലും രക്ഷകർത്താക്കളായാലും എല്ലാവരും ഒന്നിനും മാറി നിൽക്കാതെ എല്ലാവരും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ. പക്ഷേ നേരിട്ട് കാണാൻ പറ്റി. അത് നമുക്കായാലും ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അതെല്ലാവരും കൂടെ കൂടുമ്പോഴല്ലേ അതൊരു രസം ഉണ്ടാവുകയുള്ളൂ. അപ്പം ഇന്നലത്തെ ക്യാമ്പ് എന്നെ വളരെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. എൻ്റെ ദേവൂസ് അവിടെ കിടന്ന് തകർത്ത് ഡാൻസ് കളിക്കുന്നുണ്ടോ. എൻ്റെ ദേവൂസിനും വളരെ വലിയ ഇഷ്ടപ്പെട്ടു ഈ ക്യാമ്പ് കേട്ടോ. അപ്പം 3 ദിവസം അടിച്ച് പൊളിച്ച് അവനും വല്ലാതെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളിങ്ങനെ തീ കത്തുന്നതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ തീ നല്ല രീതിയിൽ ആകുമ്പോഴേ നമുക്കതിൻ്റെ മുന്നിലോട്ട് ചെന്ന് കളിക്കാൻ പറ്റും. മുന്നിലോട്ട് പോകാൻ പറ്റത്തില്ല, ഭയങ്കര ചൂടാണ്. ഞാനൊക്കെ ആടി തീർത്തു, വന്ന് വിയർത്ത് കുളമായാണ് വന്നത്. രാത്രി കണ്ടോ സാറുമാർ സെറ്റൊക്കെ ചെയ്ത് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. രക്ഷകർത്താക്കളെല്ലാം ഇങ്ങനെ ഡാൻസിനായിട്ട് വെമ്പി നിൽക്കുകയാണ്. അങ്ങനെ നല്ല അടിപൊളി പാട്ടൊക്കെ ഇട് സാറേ എന്നൊക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഡാൻസ് തുടങ്ങി. ഞാനും ആ കൂട്ടത്തിലുണ്ട് കേട്ടോ. അപ്പം ഞാനും എൻ്റെ ഭയങ്കര ഒരാഗ്രഹമാണ് ഇങ്ങനെ ഡാൻസ് കളിക്കണമെന്നുള്ളത്. അതും അങ്ങ് നടത്തി. അടിച്ച് പൊളിച്ചെന്ന് പറഞ്ഞാൽ ശരിക്കും അടിച്ച് പൊളിച്ച്. അങ്ങനെ നമ്മളെല്ലാവരും ശരിക്കും അടിച്ച് പൊളിച്ച് തകർത്ത് കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.